ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ അടുത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ആയത്. അപ്പോൾ ഫോക്കസൊക്കെ പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ പോയി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങനെയാണ് ഞാൻ ഈ കോലത്തിലായെന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഓക്കെ, ബൈ. ടാറ്റാ. ക്യൂട്ടല്ലേ? പാൻസ് ഇതല്ല, നമുക്ക് പാൻറ്റ് മാറ്റാം. ഇപ്പം സമയമില്ല. ഇപ്പം നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു മേക്കപ്പ് ചെയ്യണം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തു. മോയ്സ്ചറൈസർ ന്യൂട്രോജനിയുടെ ഹൈഡ്രോ ബൂസ്റ്റ്, മൈ ഫേവറേറ്റ്. ഞാൻ ഇത് ഇപ്പോൾ കുറച്ച് നാളാണ് ഞാനിപ്പോൾ ഇത് കുറച്ച് നാളല്ല, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. നല്ല മോയ്സ്ചറൈസറാണ്. ഇവിടെ പിമ്പിള് വന്നു, പീരീഡ്സായപ്പോൾ വന്നത്. ഇത് പോകുന്നില്ല. ഇവിടെ വന്നു. പീരീഡ്സ് ആകുമ്പോൾ പിന്നെ നമുക്ക് അൺകൺട്രോളബിൾ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടണം. ഇവിടെ നല്ല വെയിലുണ്ട്. സോ എൻ്റെ 2 സൺസ്ക്രീൻ ഉണ്ട്. ഫോക്സ്ടെയിലിൻ്റെ ഒരു സൺസ്ക്രീനും ഉണ്ട്, ഡോട്ട് ആൻഡ് കീയുടെ ഉണ്ട്. ഐ തിങ്ക് ഐ വിൽ ഗോ വിത്ത് ഡോട്ട് ആൻഡ് കീ. ഞാൻ ഇത് 2 മാറി ഇടാറുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ നല്ല സൺസ്ക്രീൻ ആട്ടോ രണ്ടും. ഞാൻ കുറേ നാള് ഫോക്സ്ടെയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിയാറായപ്പോൾ പിന്നെ ഞാൻ ഡോട്ട് ആൻഡ് കീ ഇപ്പോൾ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. നമ്മൾ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും ഇടുമ്പോൾ ആ ഒരു ഫീലില്ലേ അതുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നൈസിന് മാറും. കഴുത്തിലും കൂടെ കുറച്ച് എക്സ്പോസിങ് ഏരിയാസിലൊക്കെ നമ്മളിടാം. ഈ ചെവി നമുക്ക് തൊടാൻ പറ്റില്ല. നമ്മളിവിടെ ഒരു പിയേഴ്സിങ്, ഇപ്പോൾ ഞാൻ ഫ്രഷ്ലി പിയേഴ്സ്ഡാണ്, പക്ഷെ ആ ഒരു സംഭവമില്ല, അത് ഫെൽ ഓഫ് ചെയ്തു എൻ്റെ ചെവിയിൽ നിന്ന്. സോ എനിക്ക് അവിടെ പോയി ഒന്നുകൂടെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. എൻ്റെ കൈ ഇങ്ങനെ അറിയാണ്ട് തട്ടിയിട്ടേ അത് മൊത്തം വീണു. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐബ്രോ പെൻസിലാണ്, കാട്രിസിൻ്റെ. അത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണ്, ഒരു ഐബ്രോ പെൻസിൽ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന്, ഞാനിപ്പോൾ കുറേ നാളായിട്ട് ത്രെഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ത്രെഡ് ചെയ്യാൻ പേടിയാ. എനിക്ക് ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ ഐബ്രോഡ് ഏരിയ. സോ ഞാൻ ലാസ്റ്റായിട്ട് ത്രെഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു 4 years മുന്നേ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ റേസറില്ലേ, ഫേഷ്യൽ റേസറിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ത്രെഡ് ചെയ്യുന്നില്ല ഗൈസ്, പേടിയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഡിഫൈനിങ്ങേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് സ്പൂലി വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് സ്പൂലി ഇട്ടിട്ട് എനിക്കിങ്ങനെ വരുന്ന ഐബ്രോ പെൻസിൽ നല്ലതാണ്. അല്ലാതെ എൻ്റെ ബ്രഷിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ബ്രഷ് ഒടിഞ്ഞു പോയി. പക്ഷേ ഇത് നല്ലതാണ്. ഓക്കെ,
നമുക്ക് അധികം ഒന്നും ചെയ്യാൻ നോക്കൂ. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാൻ ആ സാധനങ്ങൾ? ഇനിയാണ് മെയിൻ. ഞാനിത് രണ്ടെണ്ണം മിക്സ് ചെയ്തായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് ഫേസസ് കാനഡയുടെ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. ഇത് നല്ലതാണ്, പക്ഷേ ഇത് എനിക്ക് കുറച്ച് എൻ്റെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഇത് എൻ്റെ പാലറ്റൊന്നും ഇല്ല. സോ നമ്മൾ എൻ്റെ കൈയുടെ പുറകിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിട്ടിട്ട് ഇനി എന്തോ ഉണ്ടായിരുന്നു, സ്ട്രോപ്പ് ക്രീം ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഇടാം. എന്നിട്ട് ഇത് രണ്ടും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് തേക്കും. ജസ്റ്റ് ഒരു ടിൻറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്താ നമ്മുടെ ഫൗണ്ടേഷൻ ഇടുന്ന കണക്കുള്ള കവറേജ് ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഒരു ടിൻറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടമാണ് അത്. ഓവർ ബ്രൈറ്റ്നെസ്, ഓവർ ഡ്രാമ ഒന്നുമില്ല. ആക്റ്റീവ് ആക്നെ ഉണ്ട് എനിക്കിവിടെ. അതുകൊണ്ട് എനിക്ക് അധികം ആ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. ഇനി അത് മാറുന്ന വരെയും ഒരു ഇതായിരിക്കും. ഡാബൻ 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 ഡാബൻ. ഓക്കെ, സെറ്റ്. എവ്രിഡേ ഐ ഷാഡോ ഇതാണ്, ഈ കളർ. ജസ്റ്റ് ഒരു ബ്രൗൺ. ഇതാകുമ്പോൾ സേഫ് സോണാണ്. നമുക്കധികം കൺഫ്യൂഷൻസ് ഇല്ല. ജസ്റ്റ് എടുത്ത് തേച്ചാൽ മതി. ഐഷാഡോ പാലറ്റിന് എൻ്റെ വെളിച്ചെണ്ണ ഇടണം. ഞാൻ ഒരിക്കൽ ഇത് എൻ്റെ വെളിച്ചെണ്ണ എല്ലാം കൂടെ എൻ്റെ മുകളിൽ കൊടുക്കാൻ വരുന്നിട്ടേ നല്ല വെളിച്ചെണ്ണ ഇടണം. വേണമെങ്കിൽ പൊടിക്ക് ഒരു ഗ്ലിറ്റർ. ഓക്കെ, ചുമ്മാ എന്തായാലും ഒരു വഴിക്ക് പോവില്ലേ, നമുക്കൊരു പൊടിക്ക് ഗ്ലിറ്ററും കൂടെ. ഓക്കെ, മതി, ഓവറാവണ്ട, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഐലൈനർ എഴുതി. ഇനി ലിപ്സ്. ഇത് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങി. ഇത് ഇവിടെ നിന്ന് വാങ്ങിയതല്ല, ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്പ് ലൈനറാണ്. ഇനി എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇത് കഴിഞ്ഞു. ഇതിൻ്റെ ആത്മാവിനെ വരെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് നൈക്കയുടെ 18 ചായ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ദിസ് ഇസ് ദ ബെസ്റ്റ്. ഞാനിതിനെ കൊല വിളിച്ച്, ഇവിടെ എൻ്റെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫാൻസ്, അവരെപ്പോഴും ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും അവർ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആത്മാവിനെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. Look at the shade. Wow.
ഇത് മാറ്റ. ഞാൻ മാറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഫാനാണ്. എനിക്ക് ഒരു ഗ്ലോസി ബാഡി വൈബ് വരുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും. ഇനി നമുക്ക് കുറച്ച് സ്ട്രോക്ക് ക്രീമും കൂടെ ഇട്ടാൽ കഴിഞ്ഞു. ഇത് ഫേസസ് കാനഡ. ഈ ഫേസസ് കാനഡയുടെ പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാ ഇത്. ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീം. കുറച്ചെടുത്ത് ഞാനിങ്ങനെ ഹൈ പോയിന്റ്സിലൊക്കെ കുറച്ച് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ നിൽക്കുന്നില്ല, നമുക്ക് സമയമില്ല. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ തട്ടിക്കൂട്ടിയൊരു മേക്കപ്പാണ്. നമ്മുടെ മുടി ഓൾറെഡി വലിയ കുഴപ്പമില്ലാതെയാണ് കിടക്കുന്നത്. സ്കിന്നില്ല. ഇനി നമുക്ക് പാൻറ് കൂടെ മാറ്റാം. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ജീനാണ്. ഈ ജീൻ തന്നെ ഇട്ട് എല്ലാം ഒറ്റ ഇതിലിരിക്കും. അതുകൊണ്ട് നമുക്ക് മാറ്റി ബ്ലാക്ക് പാൻറ് ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് പാൻറിലോട്ട് മാറി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമുക്ക് കുറച്ച് ആക്സസറൈസും കൂടെ ചെയ്താൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മുടെ വാച്ച്, വാച്ചിനെന്താ ഒരു അനുസരണയില്ലായിരുന്നു. ഓക്കെ, ഇനി പെർഫ്യൂം കൂടെ അടിച്ചാൽ നമുക്ക് പോകാം ഗൈസ്. എൻ്റെ സ്വന്തം വെർസാച്ചി. ബിഗ് ഫാൻ ഓഫ് ദിസ് വൺ. നൈസാട്ടോ ഇതിന് മണം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. ഇതിന് ഗിഫ്റ്റ് പേടിച്ചു ഞങ്ങൾ പൊട്ടിയത്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. ഇതിന് ഗിഫ്റ്റ് കിട്ടിയ സ്പ്രേ ആട്ടോ. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആണിത്. നൈസ്, ഭയങ്കര സ്വീറ്റ് സ്മെല്ല. ഐ ലവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ചെക്ക് ഗൈസ്, ഔട്ട്ഫിറ്റ് ചെക്ക്. ബാക്ക് എന്തെങ്കിലും ഇരിക്കും. ഔട്ട്ഫിറ്റ് ചെക്ക്. ഇത്രയൊക്കെ മതി, നമുക്ക് സമയമില്ല. ഓക്കെ, സെറ്റല്ലേ? ഇത് കൊണ്ടേ കാണിക്കാം. അപ്പോൾ ബൈ, ഞാൻ പോയിട്ട് വരാം.